പ്രണയം എത്ര മനോഹരമായ വാക്കാണിത്. രണ്ട് ഹൃദയങ്ങൾ ഒന്നാകുമ്പോൾ ലോകം മുഴുവൻ നിറയുന്ന സന്തോഷം. പക്ഷെ ചില പ്രണയങ്ങൾ കണ്ണുനീരിലും പകയിലും അവസാനിക്കാറുണ്ട്. അത്തരമൊരു ഭീകരമായ കഥയാണ് ഇപ്പോൾ തായ്ലാൻഡിൽ നിന്ന് കേൾക്കുന്നത്. ഒരു ഹൃദയം തകർന്നപ്പോൾ പകമൂത്ത് ഒരു യുവാവ് ചെയ്ത ക്രൂരകൃത്യം പിന്നീട് അയാളുടെ സ്വന്തം ജീവൻ തന്നെ ഇല്ലാതാക്കി. ഒരു സിനിമയെ വെല്ലുന്ന ഈ സംഭവം പ്രണയത്തിലെ നഷ്ടങ്ങളും അതിൻ്റെ ഭീകരമായ പ്രത്യാഘാതങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഒരു സാധാരണ ഗ്രാമം, അവിടെ സ്നേഹിച്ച് ജീവിച്ച ഒരു യുവാവ്. പക്ഷെ അയാളുടെ പ്രണയം തകർന്നു. ഇഷ്ടപ്പെട്ട പെൺകുട്ടി അയാളെ വിട്ടുപോയി. ആ വേർപാട് അയാൾക്ക് താങ്ങാനായില്ല. മനസ്സിൽ ദേഷ്യവും വിഷാദവും നിറഞ്ഞു. പതിയെ പതിയെ ആ ദേഷ്യം പകയായി മാറി. ആ പക അയാളെ ഭ്രാന്തനാക്കി. തൻ്റെ മുൻ കാമുകിയോട് പ്രതികാരം ചെയ്യണമെന്ന് അയാൾ ഉറപ്പിച്ചു. അവളെ കൊല്ലാനായി അയാൾ ഒരു ബോംബ് നിർമ്മിച്ചു. രാത്രിയുടെ മറവിൽ ആരും കാണാതെ അയാൾ ആ ബോംബുമായി കാമുകിയുടെ വീടിനടുത്തേക്ക് പോയി. അവൾക്ക് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും, അയാൾ മനസ്സിൽ പറഞ്ഞു കാണും. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. അയാൾ എറിഞ്ഞ ബോംബ് കൃത്യമായി ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല. വീടിന്റെ തൂണിൽ തട്ടിയ ബോംബ് തിരികെ അയാളുടെ അടുത്തേക്ക് തന്നെ വന്നു വീണു. ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ അത് പൊട്ടിത്തെറിച്ചു. ആ സ്ഫോടനത്തിൽ അയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ചോരയിൽ കുളിച്ച് വേദനയോടെ അയാൾ പിടഞ്ഞു. നിമിഷങ്ങൾക്കകം താൻ മറ്റൊരാൾക്ക് കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. ആ യുവാവ് മരണത്തിന് കീഴടങ്ങി. പ്രണയത്തിലെ പക ഒടുവിൽ അയാളുടെ സ്വന്തം ജീവിതം തന്നെ കവർന്നെടുത്തു. ഈ സംഭവം നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട്. പ്രണയം നല്ലൊരു വികാരമാണ്, പക്ഷെ അത് തകരുമ്പോൾ ചിലർക്കത് സഹിക്കാൻ പറ്റില്ല. ദേഷ്യവും പകയും അവരെ കണ്ണില്ലാത്തവരാക്കും. അത്തരം സാഹചര്യങ്ങളിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നാൽ അത് സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും തകർത്ത് കളയും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാനസികാരോഗ്യം. പ്രണയം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വലിയ സങ്കടങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. വിഷാദം, ദേഷ്യം, പ്രതികാരം ചെയ്യാനുള്ള ചിന്തകൾ എന്നിവ ഇത്തരം സമയങ്ങളിൽ സാധാരണമാണ്. എന്നാൽ ഇത് ഒരുപാട് കൂടിയാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ളപ്പോൾ ഒരു കൗൺസിലറിന്റെയോ മനഃശാസ്ത്രജ്ഞരെ കുറിച്ചോ സംസാരിക്കുന്നത് വളരെ പ്രധാനമാണ്. കൂട്ടുകാരോടും കുടുംബത്തോടും തുറന്ന് സംസാരിക്കുന്നത് പോലും പലപ്പോഴും മനസ്സിലെ വലിയ ഭാരം കുറയ്ക്കാൻ സഹായിക്കും. പ്രണയം നഷ്ടപ്പെടുന്നത് ജീവിതത്തിന്റെ അവസാനമല്ല. പകയും പ്രതികാരവും ഒരിക്കലും നല്ല വഴിയല്ല. അത്തരം ചിന്തകൾ ഒരു വ്യക്തിയുടെ ജീവിതം മാത്രമല്ല, സമൂഹത്തെയും ദോഷകരമായി ബാധിക്കും. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും സമാധാനപരമായ വഴികളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും നമ്മൾ പഠിക്കണം. തായ്ലാൻഡിൽ നടന്ന ഈ ദുരന്തം പോലെ പ്രണയത്തിലെ പക കാരണം കേരളത്തിലും സമാനമായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ വാർത്തകൾ നമ്മളെ ഓരോരുത്തരെയും ഒരുപാട് വേദനിപ്പിച്ചവയാണ്. പ്രണയം നിരസിച്ചതിനോ ബന്ധം വേർപ്പെടുത്തിയതിനോ ഉള്ള പക കാരണം പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിച്ച ഭീകരമായ സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആ പെൺകുട്ടികളുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന ക്രൂരതകളാണ്. മുൻ കാമുകിയെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച സംഭവങ്ങളും വെടിവെച്ച സംഭവങ്ങളും വരെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പ്രണയം നിരസിച്ചതിലുള്ള ദേഷ്യമാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് വഴിവെക്കുന്നത്. പ്രണയം തകരുമ്പോൾ അത് താങ്ങാൻ കഴിയാതെ സ്വന്തം ജീവൻ അവസാനിപ്പിച്ച നിരവധി യുവാക്കളുടെയും യുവതികളുടെയും കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവർക്ക് പിന്തുണയും സഹായവും ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ജീവനുകൾ രക്ഷിക്കാമായിരുന്നു. ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് പ്രണയബന്ധങ്ങളിലെ പ്രശ്നങ്ങളെ ആരോഗ്യകരമായി കൈകാര്യം ചെയ്യാൻ പലർക്കും കഴിയുന്നില്ല എന്നതാണ്. മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകേണ്ടതിൻ്റെയും ശരിയായ സമയത്ത് പിന്തുണയും സഹായവും നൽകേണ്ടതിൻ്റെയും പ്രാധാന്യം ഈ സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.
തായ്ലൻഡിൽ നടന്ന ഈ ദാരുണ സംഭവം പ്രണയത്തിലെ പകയുടെ ഭീകരമായ മുഖം നമുക്ക് കാണിച്ചു തരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ വൈകാരികമായി തകരാതെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ആവശ്യമെങ്കിൽ വിദഗ്ധ സഹായം തേടാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം.